ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th സ്റ്റാൻഡേർഡിലെ മാത്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. അപ്പോൾ എന്താണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ടെക്സ്റ്റൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ. അപ്പം ക്വസ്റ്റ്യൻ്റെ മോഡലും മാറ്റമുണ്ട് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ആ മോഡലാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓണം പരീക്ഷയാണ്, അപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളെ പേര് എഴുതണം, സ്കൂളിൻ്റെ പേര് എഴുതാൻ, നെയിം ഓഫ് സ്കൂളിൻ്റെ അവിടെ ഡിവിഷനൊക്കെ എഴുതുക കേട്ടോ. പിന്നെ ഇൻസ്ട്രക്ഷൻ എന്താണ്, 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. ആ ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കുക. പിന്നെ 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. പിന്നെ എന്താണ്, ഇൻറ്റേർണൽ ചോയ്സ് ഉണ്ടാവില്ല ആക്ടിവിറ്റിക്കൊക്കെ. ഒന്നുകിൽ എന്താക്കുക, എക്ക് ആൻസർ ചെയ്യുക അല്ലെങ്കിൽ ബിക്ക് ആൻസർ ചെയ്യുക. പിന്നെ ആൻസർ ഓൾ ദ സബ് ക്വസ്റ്റ്യൻസ് ഓഫ് ദി സെലക്ടഡ് ആക്ടിവിറ്റീസ്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന എന്താണ് ആക്ടിവിറ്റി ഏതാണ്, അതിന് എന്താണ് എ ബി സി ഡി ഒക്കെ പറഞ്ഞിട്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ 1 2 3 എന്ന് പറഞ്ഞിട്ടൊക്കെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ എന്താക്കുക, എഴുതണം, നിർബന്ധമായിട്ട് എഴുതണം. ഓക്കെ, നോക്കൂ. ആക്ടിവിറ്റി 1 എന്താണ്, ലെറ്റ്സ് ഡ്രോ ആൻഡ് ഫൈൻഡ്. നമുക്ക് വരയ്ക്കാൻ കണ്ടുപിടിക്കാം അല്ലേ. മീര ആൻഡ് ഹെർ ഫ്രണ്ട്സ് കെയിം ടു വാച്ച് ദ കോമ്പറ്റീഷൻസ്. മീരയും അവളുടെ ഫ്രണ്ട്സ് എന്താണ്, കോമ്പറ്റീഷൻ വാച്ച് ചെയ്യാൻ പോയതാണ് അല്ലേ, വന്നതാണ്. മെനി കോമ്പറ്റീഷൻസ് ആർ അവൈലബിൾ ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കോമ്പറ്റീഷൻസ് അവിടെ ഉണ്ട്. ഫസ്റ്റ് ഐറ്റം ഈസ് ഡ്രോയിങ് പിക്ചേഴ്സ് ആൻഡ് ദേ റീച്ച്ഡ് ദർ. ഫസ്റ്റ് ഐറ്റം എന്താണ്, ചിത്രം വരയ്ക്കുന്നതാണ്. അവരവിടെ എത്തി അല്ലേ. സി വാട്ട് വാസ് റിട്ടൺ ദർ. നോക്കൂ, അവരെന്താ വരച്ചിരിക്കുന്നത്, എന്താ നോക്കിയേ. കമോൺ, ഇതിരിക്കുന്നത് എന്താ നോക്കിയേ. കമോൺ ലെറ്റ്സ് ഡ്രോ എ പിക്ചർ. വരും, നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാമെന്നാണ് അല്ലേ. നമുക്ക് ചിത്രം വരയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എ എന്താ നോക്കിയാൽ, ഡ്രോ എ പിക്ചർ യൂസിങ് സർക്കിൾ ആൻഡ് റെക്ടാങ്കിൾ. നിങ്ങൾ ഒരു ചിത്രം വരയ്ക്കുക. എന്താ, സർക്കിളും റെക്ടാങ്കിളും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, ഒരു ചിത്രം വരയ്ക്കാനോ, ഒരു വീടിൻ്റെ ചിത്രമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സംഗതി വെച്ചിട്ട് എന്താക്കുക, സർക്കിളും റെക്ടാങ്കിളും വെച്ചിട്ട് നിങ്ങൾക്കൊരു ചിത്രം വരയ്ക്കുക അവിടെ. എന്നിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. ഹൗ മെനി റെക്ടാങ്കിൾസ് ആർ ദർ ഇൻ ദ പിക്ചർ യു ഹാവ് ഡ്രോൺ. അപ്പോൾ എത്ര റെക്ടാങ്കിൾസ് ഉണ്ട്, നിങ്ങൾ ഈ ചിത്രം വരച്ചല്ലോ. അപ്പോൾ ആ വരച്ചതിൽ എത്ര റെക്ടാങ്കിൾസ് ഉണ്ട് അത് എണ്ണീട്ട് നിങ്ങൾ ഇവിടെ എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, അടുത്ത് നോക്ക്. പുട്ട് എക്സ് മാർക്ക് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റെക്ടാങ്കിൾ. റെക്ടാങ്കിളിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത്, എന്താണ് റെക്ടാങ്കിളിന്റെ നിയമം അല്ലാത്തതിന്റെ നേരെ എന്താണ്, എക്സ് മാർക്ക് ഇടാൻ അല്ലേ, ക്രോസ് മാർക്ക് ഇടാനാണ് പറയുന്നത് കേട്ടോ. ഹാവ് 4 സൈഡ്സ്. റെക്ടാങ്കിളിന്റെ 4 സൈഡ്സ് ഇല്ലേ, അപ്പൊ ശരിയാണ് അല്ലേ. അപ്പോൾ ശരിയാ, തെറ്റുള്ളത് മാത്രമേ തെറ്റിടാനാ പറഞ്ഞത് അല്ലേ. ഹാവ് 4 കോർണർ. 4 കോർണർ ഉണ്ട്, അതും ശരിയാണ് അല്ലേ. ഇനി ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. റെക്ടാങ്കിളിന് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് അല്ലേ. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ പറയേണ്ടത്, ഇവിടെ ഇതാണ് തെറ്റ് അല്ലേ. അപ്പോൾ നമ്മളെന്താണ്, ഇത് തെറ്റിടുക അല്ലേ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് കേട്ടോ, അപ്പോൾ ഇത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തെറ്റിട്ട് കൊടുക്കുക. ദെൻ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഇത് ശരിയല്ലേ. അപ്പോൾ തെറ്റ് ഏതാണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞത് തെറ്റാണ് അല്ലേ. അപ്പോൾ അവിടെ ക്രോസ് മാർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയേ, എന്താണ് നെക്സ്റ്റ്. ഹിയർ ഈസ് എ പിക്ചർ ഡ്രോൺ ബൈ വീണ. ഇവിടെ എന്താണ്, ഇവിടെ ഹിയർ ഈസ് എ പിക്ചർ ഡ്രോൺ ബൈ വീണ. ഹൗ മെനി റെക്ടാങ്കിൾസ് ആർ ദർ ഇൻ ഇറ്റ്. അപ്പം നോക്കിയേ, ഇവിടെ വീണ വരച്ചൊരു ചിത്രമാണ് അല്ലേ. ഇതിൽ എത്ര റെക്ടാങ്കിൾസ് ഉണ്ട്, ഇതിലെത്ര റെക്ടാങ്കിൾസ് ഉണ്ട്, ഇതാ 1 2 3, പിന്നെയോ ഇതാ 4, പിന്നെയോ 5 അല്ലേ. ഇനി ഉണ്ടോ, ഇത് 1, ഓക്കെ, ഇത് 1, ഇത് 2, ഇത് 3 അല്ലേ. ഇനി അടുത്ത് നോക്കിയേ, ഇതാ ഇവിടുന്ന് മുതൽ ഇത് മൊത്തമായിട്ട് പറഞ്ഞൂടെ, ഇത് അതാ ഇവിടുന്ന് മുതൽ ഇങ്ങനെ ഇതാ ഇത് അല്ലേ. ഇത് ഇതാ, അപ്പോൾ 4 അല്ലേ. പിന്നെ അടുത്ത ഏതാ, പിന്നെ ഇത് ഫുള്ളായിട്ടുള്ളത് അല്ലേ, ഇത് ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ എത്ര റെക്ടാങ്കിൾസ് ഉണ്ട്, 5 ഉണ്ട് അല്ലേ. അപ്പോൾ 5 റെക്ടാങ്കിൾസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. ആക്ടിവിറ്റി 2 ആണ്. എ കം വിൻ എ പ്രൈസ്. എന്താണ്, സം ഇൻസ്ട്രക്ഷൻസ് ആർ പ്ലേസ്ഡ് ഓൺ അതർ പാർട്ട് ഓഫ് ദ എക്സിബിഷൻ കൗണ്ടർ. വേറൊരു എക്സിബിഷൻ കൗണ്ടറിൽ എന്താ കുറച്ച് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇഫ് യു റൈറ്റ് ദ നമ്പർ ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ യു വിൽ ഗെറ്റ് എ പ്രൈസ്. നിങ്ങൾ എന്താണ്, നിങ്ങൾ ആ ഇൻസ്ട്രക്ഷൻസിൻ്റെ അവിടെ ഇഫ് യു റൈറ്റ് ദ നമ്പർ ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ പ്രകാരം നിങ്ങൾ നമ്പർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, സി ദ ഇൻസ്ട്രക്ഷൻ റിസീവ്ഡ് ബൈ മീര. മീര വാങ്ങിയ ഇൻസ്ട്രക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, സ്വീകരിച്ച ഫൈൻഡ് ദ നമ്പർ ആൻഡ് റൈറ്റ് ഇറ്റ് ഓൺ ദ നമ്പർ സ്ട്രിപ്പ്. അപ്പം ഇത് നമ്പർ സ്ട്രിപ്പിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, 300s 8 10s 5000s 4 1s. അപ്പോൾ 300 ഉണ്ട്, 8 10 ഉണ്ട്, 5000 ഉണ്ട്, 4 1s ഉണ്ട്. അപ്പോൾ എന്താ നോക്കിയേ, 300s അല്ലേ. അപ്പോൾ 300 എന്താണ് ഇവിടെ എഴുതുക, 300 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് 300 എഴുതുക.
ഓക്കെ, ഇവിടെ എന്താക്കുക 300, ഇവിടെ 300 എഴുതുക. പിന്നെന്താണ് 8 ടെൻസ്, ഇവിടെ ഇപ്പോൾ 8 ഉണ്ടാവുക, ഇവിടെ 8 ടെൻസ് അല്ലേ, ഇവിടെ 8 ടെൻസ് എഴുതുക. പിന്നെ 5000 ഇവിടെ 5 എഴുതുക, 4 ones ഇവിടെ 4 എഴുതുക. അപ്പോൾ ആൻസർ നമുക്ക് എത്ര വരിക? അപ്പോൾ നോക്കിയേ 5000 പിന്നെ 300s 8 10s 4 ones അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതുക. അപ്പോൾ നമ്പർ എത്രയായിരിക്കും? 5384 എന്നുണ്ടാവില്ലേ, അത് നമുക്ക് ഇവിടെ എഴുതുക കേട്ടോ. 5384 അല്ലേ, അതാണ് ആ നമ്പർ. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് എഴുതേണ്ടത്. ദെൻ നെക്സ്റ്റ് നോക്കൂ 4000. ഇപ്പോൾ 4000 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കും അല്ലേ 4000. അപ്പോൾ 4000 ഓക്കെ 4000 പിന്നെന്താണ് 3 10s അല്ലേ. 3 10s എന്ന് പറയുമ്പോൾ എന്താണ് 30, എന്താണ് 3 10s പറയുമ്പോൾ 30 അല്ലേ, 30. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇത് കൊടുക്കാം. ഓക്കെ 3 10s അല്ലേ. ഇനി എന്താ അത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ നമ്പറാക്കി എഴുതുക? 4000 അവിടെ 100ൻ്റെ അവിടെ ഒന്നുമില്ല അല്ലേ, അപ്പോൾ 0 കൊടുക്കണം അല്ലേ. പിന്നെ 3ൻ്റെ അവിടെ 10ൻ്റെ അവിടെ 30 ഉണ്ട്, പിന്നെ 1ൻ്റെ അവിടെ ഒന്നുമില്ല, അപ്പോൾ 0 കൊടുക്കുക കേട്ടോ. ഒന്നും ഇല്ലാത്തടത്താണ് 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് 4030 കിട്ടുക. ഓക്കെ, മനസ്സിലായല്ലോ? ദെൻ നെക്സ്റ്റ് നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ നമ്പർ വിത്ത് 25 hundreds 8 10s and 4 ones ആണ് കേട്ടോ. എന്താണ് നമ്പർ വിത്ത് 2500? 2500 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 200ൻ്റെ അവിടെ ഉണ്ടാക്കണ്ട അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ 2500 എന്നുള്ളത് ഇവിടെ കൊടുക്കാം നമുക്ക് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് 2500 ഓക്കെ 2500. ഇതെന്താണ് 8 10s. അപ്പോൾ 8 10s എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുക്കാം നമുക്ക് 8 10s. അപ്പോൾ 8 10s പറഞ്ഞാൽ 80 അല്ലേ, 80 ആണ് അല്ലേ. അപ്പോൾ അതെന്താക്കുക നമുക്ക് ഇവിടെ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് 4 ones ആണ് അല്ലേ, 4 ones അവിടെ ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇത് ജോയിൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുക? 25,000 അല്ല സോറി 2584 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2584 ഇങ്ങനെ എഴുതാം കേട്ടോ. 2584 എന്ന് എഴുതാം കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 1 less the small 4-digit number. അപ്പോൾ എന്താണ് 4-digit നമ്പറിൻ്റെ 4 എന്താണ് 4-digit നമ്പർ എന്ന് പറയുമ്പോൾ ഏതാണ് 4 ഒക്കെ ഉള്ള അല്ലേ. അപ്പോൾ അതിൻ്റെ സ്മോളസ്റ്റ് ആയിട്ടുള്ള 4-digit നമ്പർ ഏതാണ്? 1 less the small 4-digit നമ്പർ അല്ലേ. അപ്പോൾ 4 ഒക്കെ ഉള്ള 4-digit നമ്പർ എന്ന് പറയുമ്പോൾ ഏതാണ്? ഇപ്പം ഇത് 3 ഒക്കെ ആയിട്ടേ ഉള്ളൂ, 4 അല്ലേ. ഇത് 4 ഒക്കെ ആയില്ലേ. അപ്പോൾ 1000 അല്ലേ. 1000 1 കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 1000 1 കുറച്ചാൽ എത്രയാണ്? 1000 - 1 എത്രയാണ് വരുന്നത്? 1000 - 1 is equal to എത്രയാ? 999. ഓക്കെ, ഇതാണ് നമ്മുടെ നമ്പർ കേട്ടോ. 1 less the small 4-digit നമ്പർ. 4 അക്ക നമ്പറിൽ നിന്ന് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 4 അക്ക നമ്പർ എന്ന് പറയുമ്പോൾ ഇതാണ്. അതിൽ 1 കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ? ഇനി നോക്കിയേ, വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് 2160? ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2160. അപ്പോൾ 2006 10s ശരിയാണോ? ഇല്ല, ഇവിടെ 200 ഒരു 1 ഉണ്ട് അല്ലേ കിടക്കുന്നുണ്ട്. അപ്പോൾ തെറ്റാണത്. 2060 10s അതും തെറ്റാണല്ലേ. 2016 10s അത് ശരിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് സി ആണ് കേട്ടോ. 2016 10s പറയുമ്പോൾ നിങ്ങൾ 2000 + 16 10s അറിയാം 160 കൂട്ടി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ശരിയായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ ആൻസർ ഇവിടെ സി ആണ് കേട്ടോ. എന്തൊക്കെ
2060 ടെൻസ് ആണ് ഇവിടെ ഈ 2160ൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ തിരിച്ചും ഇതൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് ഉണ്ടാക്കാനാണ്. സീ ദ നമ്പർ കാർഡ് സാന്ദ്ര ഗോഡ്. ഓക്കെ, സാന്ദ്രക്ക് കിട്ടിയ നമ്പർ കാർഡാണിത് കേട്ടോ. വിച്ച് ഓഫ് ദ നമ്പർ സ്ട്രിപ്പ് ഗിവൺ ഹിയർ വിൽ മേക്ക് ദ നമ്പർ ഓൺ ദ കാർഡ് വിത്ത് സാന്ദ്ര. അപ്പോൾ ഏത് നമ്പർ സ്ട്രിപ്പാണ് ഗിവൺ, വിച്ച് ഓഫ് ദ നമ്പർ സ്ട്രിപ്സ് ഗിവൺ ഹിയർ വിൽ മേക്ക് ദ നമ്പർ ഓൺ കാർഡ് വിത്ത് സാന്ദ്ര. അപ്പോൾ സാന്ദ്രേൻ്റെ കയ്യിലുള്ള ഈ നമ്പർ നിങ്ങൾ കണ്ടല്ലോ, 6475 അല്ലെ, 6475. ഈ കാർഡിലുള്ള സംഖ്യ ഇതിൽ ഏതൊക്കെ കൂട്ടിയാലാണ് ആവുക എന്ന് ചോദിച്ചത്. അപ്പോൾ ഏതൊക്കെ കൂട്ടിയാൽ അവിടെ എഴുതുന്നത് നമുക്ക് നോക്കിയേ. 6 അല്ലേ ഫസ്റ്റ്, അപ്പോൾ 6000 ആണ് അല്ലേ. 6000 ഇതിലുണ്ട് നോക്കിയേ, ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് അല്ലേ, അപ്പോൾ 6000. ഓക്കെ, അപ്പോൾ 6000 എടുക്കുക കേട്ടോ, 6000. ഓക്കെ, പിന്നെ അടുത്ത എന്താണ് 400 അല്ലേ. 400 ഉണ്ട് നോക്കിയേ, 400 അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താക്കുക, ഇവിടെ 400 നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് 75 അല്ലേ. അപ്പോൾ 70 ഉണ്ട് നോക്കിയേ, 70 അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ 70 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് 70 ഉണ്ട് അല്ലേ. അപ്പോൾ 70. ഇനി 5 ഉണ്ട് നോക്കിയാൽ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 5 അല്ലേ. അപ്പോൾ ഇവിടെ 70 എഴുതുക, ഇവിടെ 5 എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് 6475 ഉള്ള കാർഡിക്ക് നമ്പർ കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, റൈറ്റ് ദ ലാർജസ്റ്റ് 4-digit നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഗിവൺ നമ്പർ സ്ട്രിപ്പ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സ്ട്രിപ്പിൽ വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള 4-digit നമ്പർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 4 ഉള്ള വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, 4 വരുന്നത് അത് വരുന്നുണ്ട് അല്ലേ, 9000 വരുന്നുണ്ട് അല്ലേ. പിന്നെ അതിലും വലുത് ഏതാ വരുന്നത്, ഇല്ലല്ലോ. അപ്പോൾ 9000. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് താഴെ ഉള്ളതിൽ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എഴുതേണ്ടത് എങ്ങനെയാണ്, 9000. പിന്നെ ഏതാ 3 വരുന്നത്, 3 വലുത് ഏതാന്ന് നോക്കിയേ, 3 digit വലുത് വരുന്നത് 800 ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിയേ 500 വലുതാണെന്ത് 800 അല്ലേ. പിന്നെ 300, 600, 400. ഓക്കെ, അപ്പോൾ എന്താണ് 800 ആണല്ലേ. 900 വരുന്നില്ലല്ലോ. ആവില്ല അല്ലേ. അപ്പോൾ 800 അല്ലേ. അപ്പോൾ 9800. ഇനി ഏതാ 2 digit വരുന്നത്, 2 digit 90 അല്ലേ വരുന്നത്, 95 ഒന്നും വരുന്നില്ലല്ലോ, ഇല്ല അല്ലേ. അപ്പോൾ 9. പിന്നെ എന്താണ് 1 digit 6, 5, 4 വേറെ ഉണ്ടോ, ഇല്ലല്ലോ. അപ്പോൾ ഇതിൽ വലുത് ഏതാ 6 അല്ലേ. അപ്പോൾ ഇവിടെ 6 കേട്ടോ. ഓക്കെ, അപ്പോൾ 9896 ആണ് എന്ത് 4-digit നമ്പറിൽ തന്നിരിക്കുന്ന സ്ട്രിപ്പിൽ വലുത് കേട്ടോ. ചോദ്യം അങ്ങനെയൊക്കെ ചോദിക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ, ഇവിടെയാണ് ഇതുണ്ട് കേട്ടോ. Take a bead from the 1000 place on the abacus and place it on the tens place. Which is the number got now? എന്താണ്, ഒരു ബീഡ് എടുക്കുക 1000 പ്ലേസിൽ നിന്ന്. ഇത് അവിടെ തന്നിട്ട് 1000 പ്ലേസിൽ 1, 2, 3, 4 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, ഈ അബാക്കസിന് 1000 പ്ലേസിൽ നിന്ന് ഒരു ബീഡ് എടുത്തിട്ട്, ഒരു മുത്തെടുത്തിട്ട് പ്ലേസ് ഇറ്റ് ഓൺ ദ ടെൻസ് പ്ലേസ്. അപ്പോൾ ടെൻസ് പ്ലേസ് കൊണ്ടുവെക്കുക. അപ്പോൾ വിച്ച് ഈസ് എ നമ്പർ ഗോട്ട് നൗ. അപ്പോൾ കിട്ടുന്ന നമ്പർ എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ ഈ ഒരു ബീഡ് എടുത്തിട്ട് ഞാൻ ഈ ടെൻസ് പ്ലേസിലല്ലേ വെക്കാൻ പറഞ്ഞേ. അപ്പോൾ ടെൻസ് പ്ലേസിൽ വെച്ച് അപ്പോൾ ഇവിടെ എന്താക്കുക, ഞാനൊരു ബീഡ് വെച്ചു. ഇവിടെ ഒരു ബീഡ് വെച്ച്. ഓക്കെ, ഇവിടെ ഒരു ബീഡ് വെച്ച് ഞാൻ. അപ്പം ഒരു ബീഡ് ഇവിടെ നിന്ന് പോയി കേട്ടോ. അപ്പം ഇവിടെ എത്രയുള്ളത്, അപ്പോൾ ഇവിടെ 3000 ആണല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 3010 അല്ലേ, 10 അല്ലേ, 3010 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 1000 അവിടെ 3 ആണുള്ളത്, 100 അവിടെ ഒന്നുമില്ല, 0 എന്നിട്ട് 10 അവിടെ 1 ഉണ്ട്, പിന്നെ 1 അവിടെയും 0 അല്ലേ. അപ്പോൾ അതാണ് ആൻസർ. ഇനി ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് നമ്പർ ആൻഡ് ദ നമ്പർ യു ഗോട്ട് നൗ. അപ്പോൾ ആദ്യത്തെ നമ്പറും ഇപ്പോൾ കിട്ടിയ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, 4000 ആണ് അല്ലേ. അപ്പം 4000
മൈനസ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എത്രയാണ് 3010 അല്ലേ. അപ്പോൾ ഈക്വൽ ടു ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? 4000 3010 കുറച്ച് എത്രയാണ്? 90 അല്ലേ? ആണോ? അല്ല അല്ലേ? 990 അല്ലേ? നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നും അല്ലേ 90 ആണോ എന്നൊക്കെ നോക്കിയേ. അപ്പം 0 0 9 1 10 അപ്പം 10 അല്ലേ? 1 ബാലൻസ് 9 1 10 1 ബാലൻസ് 3. ഓക്കെ, അപ്പം 990 അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയേ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് 5083. പുട്ട് ടിക്ക് മാർക്ക് ഓൺ ദ കറക്റ്റ് വൺ. എന്താണ് 5083? ഇതിൽ ഏതാണെന്ന് ചോദിച്ചത്? 5083 ഇതാണോ? അല്ല. ഇതാണോ? അല്ല. ഇതാണോ? ഇതാണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഇവിടെയാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്, കറക്റ്റ് ഇടേണ്ടത് അല്ലേ. അപ്പോൾ 5083 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് കേട്ടോ. അവിടെ ടിക്ക് മാർക്ക് ഇടുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. ആക്ടിവിറ്റി 3 ആണ് അല്ലേ. ഹൗ മെനി എത്ര എന്നാ വെച്ച് ചിൽഡ്രൻ ആർ ലൈൻഡ് അപ്പ് ടു ബൈ ടിക്കറ്റ്സ് ഫോർ എൻ എക്സിബിഷൻ. കുട്ടികൾ എന്താണ് ലൈൻ ചെയ്ത് നിൽക്കുകയാണ് അല്ലേ എക്സിബിഷന് വേണ്ടിയിട്ട്. മീരാസ് പൊസിഷൻ ഈസ് 13th ഫ്രം ബോത്ത് ദ എൻഡ്സ്. രണ്ട് അറ്റത്തു നിന്നും മീരാന്റെ പൊസിഷൻ എന്താണ്? 13th ആണ് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ചിൽഡ്രൻസ് ആർ ദർ ഇൻ ദ ലൈന്. അപ്പോൾ 13th പൊസിഷൻ, മുന്നിൽ നിന്ന് നോക്കിയാലും ബാക്കിൽ നിന്ന് നോക്കിയാലും 13th ആണ് എന്ത് മീര ഉള്ളത് അല്ലേ. അപ്പം മീരന്റെ മുന്നിൽ എത്ര ആൾക്കാരുണ്ട്? 12 ആൾക്കാരുണ്ടല്ലോ. മീരയുള്ള 13, അപ്പോൾ 12 അല്ലേ. ഇനി മീരന്റെ ബാക്കിൽ എത്ര ആളുണ്ട്? അതും 12 അല്ലേ വരുന്നത്. മീര 13ാമത്തേന്നല്ല പറഞ്ഞത്. അപ്പം മുന്നിലും ബാക്കിലും 12. അപ്പം മീര അടക്കം എന്താ എത്ര? നമുക്ക് മുന്നിൽ 12 ബാക്കിൽ 12. അപ്പോൾ 12 എത്രയാണ്? 12 + 12 എത്ര? 24 അല്ലേ. 24 പ്ലസ് പിന്നെ മീരയും കൂടെ അടക്കം ഒരാൾ 25 അല്ലേ. അപ്പം നമ്മളെ ആൻസർ എത്രയാണ് ഇവിടെ? 25 അല്ലേ. അപ്പം ഹൗ മെനി ചിൽഡ്രൻസ് ആർ ദർ ഇൻ ദ ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് 25 എന്ന് കൊടുക്കാം. മീരടക്കം നമുക്ക് 25 അല്ലേ. നെക്സ്റ്റ് മിത്ര സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ line got the ticket of number of 2789. What will be the ticket number of Sandra standing at the end? അപ്പം മിത്ര നിൽക്കുന്നത് മിത്ര സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലൈൻ ഗോട്ട് ദ ടിക്കറ്റ് ഓഫ് എ നമ്പർ ഓഫ് 2789. മിത്ര നിൽക്കുന്ന എവിടെയാണ്? ലൈൻ്റെ മുന്നിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ടിക്കറ്റ് നമ്പർ എത്രയാണ്? 2789 ആണ് അല്ലേ. വാട്ട് വിൽ ബി ദ ടിക്കറ്റ് നമ്പർ ഓഫ് സാന്ദ്ര സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ്? അങ്ങനെയാണെങ്കിൽ സാന്ദ്ര നിൽക്കുന്നിടത്ത് വാട്ട് വിൽ ബി ദ ടിക്കറ്റ് നമ്പർ ഓഫ് സാന്ദ്ര? സാന്ദ്രേൻ്റെ ടിക്കറ്റ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ മിത്രൻ്റെ ആണെന്ത് തുടക്കത്തിൽ ലൈൻ്റെ മുന്നിലുള്ളത് മിത്രയാണ്. അവളെ നമ്പർ എത്രയാണ്? 2789 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ സാന്ദ്രയാണ് ഈ ലാസ്റ്റിലുള്ളത്. മീരൻ്റെ ആട്ടോ ഇത് പറഞ്ഞ 13th. ഇത് സാന്ദ്രയാണ്. സാന്ദ്രയാണ് എന്ത് ലാസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ 25ാമത്തെ കുട്ടിയാണെന്ത് സാന്ദ്ര അല്ലേ. അങ്ങനെ ആവുമ്പോൾ സാന്ദ്രേൻ്റെ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാന്ദ്രേൻ്റെ നമ്പർ എത്ര ആയിരിക്കും? അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? 2789 25 അങ്ങോട്ട് പ്ലസ് ചെയ്യുക അല്ലേ. ഓക്കെ, മിത്രേൻ്റെ ഒന്ന് നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ ഇതിനോട് 25 പ്ലസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 25 പ്ലസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്ലസ് ചെയ്ത് നോക്കുക കേട്ടോ. 2789 പ്ലസ് 25 ആ ചെയ്യേണ്ടത് കേട്ടോ. ആദ്യത്തെ മുന്നേയുള്ള കുട്ടീൻ്റെ നമ്പർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക? അതിനോട് പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക. ദെൻ നെക്സ്റ്റ് എന്താണ്? ടിക്കറ്റ് കോസ്റ്റ് ഈസ് 2500 rupees. ദേ ഹാവ് 500 rupee നോട്ട് ഇൻ ഹാൻഡ്. ഹൗ മെനി നോട്ട്സ് ദേ ഷുഡ് പേ? അങ്ങനെ അപ്പോൾ എന്താണ്? 2500 റുപ്യാണ് എന്താക്കുന്നത് ടിക്കറ്റിൻ്റെ വില. അങ്ങനെയാണെങ്കിൽ അവരുടെ കയ്യിൽ 500 റുപ്യാണ്. 500 റുപ്യേൻ്റെ നോട്ടാണുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര റുപ്യ അവർക്ക് കൊടുക്കേണ്ടി വരും? എത്ര റുപ്യ കൊടുക്കേണ്ടത്? 500ൻ്റെ 2500 അല്ലേ. 2500 റുപ്പീസാണ് ഉള്ളത് അല്ലേ. അപ്പോൾ 500 റുപ്പീൻ്റെ നോട്ട് അവരുടെ കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അവർ കയ്യിലായിട്ട് എത്ര 500ൻ്റെ നോട്ട് കൊടുക്കേണ്ടി വരുന്നത് ചോദിച്ചല്ലേ. അപ്പോൾ 5 നോട്ട്. ഓക്കെ, 5 നോട്ടാണ് കൊടുക്കേണ്ടി വരിക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സീ ദ നമ്പർ കാർഡ്സ് മനു ഹാസ്. ഇനി മനുവിന് കിട്ടിയ നമ്പർ കാർഡ് നോക്കിയാൽ ഇതാണ് നമ്പർ കാർഡ് അല്ലേ. ഓക്കെ, ദീസ് ആർ ടു ബി അറേഞ്ച്ഡ് ഫ്രം ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. പുട്ട് ടിക്ക് മാർക്ക് ഓൺ ദ റൈറ്റ് ആൻസർ. ഇതെന്താണ്? ലാർജസ്റ്റ് നിന്ന് സ്മോളസ്റ്റിലേക്ക് ആക്കിയതാണ് അല്ലേ. വലിയത് ചെറുതിലേക്ക് അല്ലേ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയില്ല ഏതാണോ അത് ടിക്ക് മാർക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ശരിയെന്നല്ലേ. 3 4 6 8 പിന്നെ ഏതാണ്
3648 പിന്നെ വരുന്നത് 4368 അല്ല ഇനി നോക്ക് കറക്റ്റ് ഓർഡറിൽ വന്നിരിക്കുന്നത് എങ്ങനെയാണ് നോക്ക്. ഇത് ശരിയാണോ നോക്കിയേ. ആദ്യം 4300 ആണ്. ഇവിടെ 40 ആദ്യത്തെ രണ്ട് നമ്പർ നമുക്ക് എടുത്തു നോക്കുക. 43 48 ഇത് തെറ്റാണ് അല്ലേ, അത് പറ്റൂല. ഇനി 48 43 ഇത് ഓക്കെ ആണല്ലോ അല്ലേ, വലുത് തന്നെ അല്ലേ. 40 ഇത് ശരി അല്ലേ. അടുത്ത് 43 38 ഓക്കെ അല്ലേ, ചെറുതന്നല്ലേ വരുന്നത്. ഫസ്റ്റ് വലുതും ചെറുത്. ഇനി 38 36 ഇത് നോക്കിയേ. ആദ്യത്തെ രണ്ട് നമ്പർ എടുത്ത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ശരിയാണ് അല്ലേ. പിന്നെ 36 34 ഇത് ശരി. അപ്പോൾ ഈ രണ്ടാമത്തെ ശരിയാ. ഇനി ഇതോ, ഇത് 48 43 ഓക്കെ, 43 36 ഓക്കെ. പക്ഷേ 36 38 എന്താണ്, 38 ആദ്യം വരണ്ടേ അല്ലേ. അപ്പോൾ നമ്മളെ കറക്റ്റ് ആയിട്ടുള്ളത് എന്താണ്, നമ്മളെ കറക്റ്റ് ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ. അപ്പോൾ ടിക്ക് മാർക്ക് ഇടുക ഇവിടെ. ഓക്കെ, ടിക്ക് മാർക്ക് ഇടുക. ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയാൽ, സീ ദ പിക്ചർ പാറ്റേൺ. ഈ ചിത്രം നോക്കിയ പിക്ചർ പാറ്റേൺ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതാണ് ഈ അടുത്ത് വരുന്നത്. ഇപ്പോൾ ടിക്ക് മാർക്ക് ഓൺ ദ പിക്ചർ വിച്ച് കംസ് നെക്സ്റ്റ്. ഇതിൽ കഴിഞ്ഞിട്ട് ഏതാ വരേണ്ടത്, ഇത് ഇവിടെ 0 അല്ലേ. ഇനി ഇവിടെ 0 ഇവിടെ അല്ലേ. ഇനി പിന്നെ ഇവിടെയാണ്, ഇനി അടുത്ത് ഇവിടെയാണ് വരേണ്ടത് അല്ലേ. അത് ശരി അല്ലേ. അപ്പോൾ ഏതാ വരുന്നത്, ഇത് അല്ലേ. ഇതാണ് ശരിയായിട്ടുള്ളത് അല്ലേ. യെസ് ഓക്കെ. അപ്പം നമുക്ക് എന്താക്കുക, ഇത് ടിക്ക് ഇടുക കേട്ടോ. എങ്ങനെ മനസ്സിലായില്ലേ. ഫസ്റ്റ് വന്ന് ഇവിടെ അല്ലേ, പിന്നെ വന്നിരിക്കുന്നത് ഏതാ മുകളിൽ അല്ലേ, പിന്നെ വന്നിരിക്കുന്നത് ഏതാ ഇവിടെ അല്ലേ, പിന്നെ വന്നിരിക്കുന്നത് എവിടേക്കും എന്താ ഇവിടെ അല്ലേ, അതല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണ് നോക്കിയേ, ആക്ടിവിറ്റി 4 ആണ് കേട്ടോ. കാർ റേസ് ആണ്. മീര ആൻഡ് മിത്ര സ്റ്റാർട്ടഡ് പ്ലേയിങ് കാർ റേസ് ഓൺ ദ കമ്പ്യൂട്ടർ. മീരയും മിത്ര എന്താണ് കമ്പ്യൂട്ടറിൽ എന്താണ് കാർ റേസ് നടത്തുകയാണ് അല്ലേ. സീ ദ പോയിന്റ് ദേ ഗോട്ട്. അവർക്ക് കിട്ടിയ പോയിന്റ് നോക്കിയേ. മീരക്ക് റൗണ്ട് 1 495 റൗണ്ട് 2 1805 മിത്രക്ക് 515 1685 കിട്ടിയിരിക്കുന്നത് അല്ലേ. ഹൗ മെനി പോയിന്റ്സ് ഡിഡ് ഈച്ച് വൺ ഗെറ്റ്. ഓരോരുത്തർക്ക് എത്ര പോയിന്റ് കിട്ടി. മീരക്ക് എത്ര കിട്ടിയത്, ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുക അല്ലേ. മിത്രക്ക് എത്ര കിട്ടിയത്, അത് ഈ മിത്രൻ്റെ രണ്ടും കൂടി പ്ലസ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ കൂടി പ്ലസ് ചെയ്ത് എത്ര കിട്ടും. അപ്പോൾ നിങ്ങൾ എന്താ ഇവിടെ ഇവിടെ 495 പ്ലസ് എന്താ ഇവിടെ എഴുതുക 495 പ്ലസ് 1805 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2300. നിങ്ങൾ അവിടെ എഴുതി കാണിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് പോയിന്റ്സ് മിത്ര ഗോട്ടിന് കിട്ടിയിരിക്കുന്നത് എത്രയാണ്. മിത്രക്ക് എത്ര കിട്ടിയത്, ഇതാണ് മിത്ര അല്ലേ രണ്ടാമത്തത്. ആദ്യത്തെ മീരയും രണ്ടാമത്തെ മിത്രക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്. മിത്രക്ക് എത്ര പോയിന്റ് റൗണ്ട് 1 എന്താ 515 ആണ് അല്ലേ. അപ്പോൾ 515 പ്ലസ് 1685 എന്ന് എഴുതണം കേട്ടോ നിങ്ങൾ. എന്നിട്ടാണ് അവിടെ ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ആൻസർ കിട്ടുക 2200 കേട്ടോ. അപ്പം മിത്രക്ക് കിട്ടിയ പോയിന്റ് 2200 ആണ് അല്ലേ. അപ്പം ഇനി ഹൂ ഗോട്ട് മോർ പോയിന്റ്സ്. ആർക്കാണ് കിട്ടിയിരിക്കുന്നത്, കൂടുതൽ പോയിന്റ് ആർക്കാണ്, മിത്രക്കാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പം എന്താക്കുക, അവിടെ മിത്ര എന്ന് എഴുതുക കേട്ടോ. മിത്ര. നമ്മളൊരാളെ പേര് തുടങ്ങുമ്പോൾ എപ്പോഴും എന്താക്കണം, കാൽക്കുലേറ്ററിൽ എഴുതണം കേട്ടോ. അത് ശ്രദ്ധിക്കണേ. ഓക്കെ, മിത്രക്കാണ് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് നോക്ക്, ഹൗ മച്ച് മോർ. എത്ര കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്. 2300 മൈനസ് 2200 ചെയ്യല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടും, 100 അല്ലേ. അപ്പോൾ 100 ആണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത് അല്ലേ. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ പാറ്റേൺ. അടുത്ത നമ്പർ എന്താ പാറ്റേണിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ഇറ്റ് ഫ്രം ദ ഗിവൺ നമ്പേഴ്സ്. അപ്പോൾ എന്താണ് അടുത്ത പാറ്റേൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്താണ്, ആ നമ്പറിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, 1000 ഫസ്റ്റ് അല്ലേ, 1200 അടുത്ത് എന്തായിരിക്കും 1450 ആണ്. അടുത്ത് 1750 ആണ് അല്ലേ. അടുത്ത പോയിന്റ് എന്തായിരിക്കും മക്കളെ, ഇതൊക്കെ ഇവിടുന്ന് ഇത് രണ്ടും മൈനസ് ചെയ്താന്ന് കിട്ടുക. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ നമുക്ക് എന്താണ് 200 ആണ് കിട്ടുക അല്ലേ. 1200 മൈനസ് 100 എന്ന് പറയുമ്പോൾ എത്രയാണ്, 200 അല്ലേ. ഇത് 200. ദെൻ നെക്സ്റ്റ് നോക്കൂ, 1450 മൈനസ് 1200 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 250 ആണ് എന്താക്കുന്നത് കിട്ടുക അല്ലേ. ഓക്കെ. ദെൻ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ നമുക്ക് എന്താണ് 250 ആണ് കിട്ടുക. സാധാരണ പാറ്റേൺ കൂടി ഇത് രണ്ടും മൈനസ് ചെയ്തിട്ട് എന്താണ് കിട്ടുന്നത്, കൂടി പോകുമല്ലോ. പക്ഷെ ഇത് സെയിം നമ്പറിലല്ലോ കൂടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താലോ, 1750
50 മൈനസ് 1400 എത്രയാണ്? 1450 എത്ര കിട്ടുക? 300 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ 300 ആണ് എന്താക്കുന്നത്? ഇവിടെ കൂടുന്നത് അല്ലേ? അപ്പോൾ നോക്കിയാൽ 1000 200 കൂട്ടിയാൽ 1200, 1200 250 കൂട്ടിയാൽ 1450, 1450 കൂട്ടിയാൽ 300, 1450 300 കൂട്ടിയാൽ 1750 അല്ലേ? ഇനി അടുത്ത നമ്പർ എന്തായിരിക്കും അറിയണമെങ്കിൽ നോക്കിയാൽ ഇവിടെ എന്താ കൂടുന്നത്? 200, പിന്നെ 250, പിന്നെ 300, 50 കൂടി വരികയാണ് അല്ലേ മുകളിലത്തത്. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? ഇവിടെ 350 ആണ് കൂടേണ്ടത് അല്ലേ? ഇവിടെ 350 കൂടേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കണം? 1750 എന്താക്കുക? 350 കൂട്ടി വെക്കുക. എന്താണ്? 1750 ഈ 350 എന്താക്കുക? കൂട്ടുക അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2100 അല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിട്ടുണ്ട്? 2100. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ എന്താണ് ഇത് സെയിം നമ്പറാണ് കൂടി പോകുന്നത്. നമുക്ക് ഇതിലേ നമ്മൾ ചെയ്ത മെത്തേഡ് അങ്ങനെ ആയിരുന്നു അല്ലേ? പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താണ്? ഇത് സെയിം നമ്പർ അല്ല കൂടി, ഇവിടെ രണ്ടും കൂടി മൈനസ് ചെയ്താൽ 200. അപ്പോൾ ഇതും 200, 1400 അവിടെ വരണ്ടേ അല്ലേ? ഇവിടെ 1600 പക്ഷെ അതല്ല വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ്? ആദ്യത്തെ 2 നമ്പർ മൈനസ് ചെയ്ത് നോക്കുക, അവിടെ മുകളിൽ എഴുതുക. അടുത്ത 2 നമ്പർ മൈനസ് ചെയ്യുക, മുകളിൽ എഴുതുക. അതിൻ്റെ അടുത്ത 2 നമ്പർ മൈനസ് ചെയ്യുക, മുകളിൽ എഴുതുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് അത് നോക്കുക, എന്താ അവിടെ കൂടുന്ന അല്ലെങ്കിൽ കുറയുന്നതെന്ന് നോക്കുക. എന്നിട്ട് എന്താക്കുക? അത് ചെയ്യുക, അതുപോലെ ചെയ്യുക. ഇവിടെ 50 ആണല്ലേ? 250 200 കുറച്ച് എത്രയാ? 50. ഇവിടെ 300 250 കുറച്ച് 50 അല്ലേ? അപ്പോൾ 50 ആണ് ഇവിടെ കൂടി വരുന്നത് അല്ലേ? അപ്പോൾ 300 50 കൂട്ടിയാൽ 350. അപ്പോൾ 350 ആണ് എന്താക്കുന്നത്? ഇതിനോട് കൂട്ടേണ്ടത്. അപ്പോൾ ഇത് 2100 കിട്ടുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താന്ന് നോക്കിയേ? പ്ലേ എക്യുപ്മെൻറ്റ്സ് ആണ്. ഇനി എന്താണ്? ഒരു ഇത് പ്ലേ എക്യുപ്മെൻറ്റ്സ്. മീര the sports club secretary with the teachers went to purchase sports equipment for the school. They had 4500 rupees. അപ്പോൾ മീര എന്താണ്? സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആണ് അല്ലേ? അവൾ ടീച്ചേഴ്സിൻ്റെ കൂടുതൽ എന്താക്കി? സ്പോർട്സ് എക്യുപ്മെൻറ്റ് വാങ്ങാൻ, സ്കൂളിന് വേണ്ടി സ്പോർട്സ് എക്യുപ്മെൻറ്റ് വാങ്ങാൻ വേണ്ടി പോയി. അവർക്ക് എന്താണ്? അവരുടെ കയ്യിലുള്ളത് 5500 റുപ്പീസാണ് ഉള്ളത്. ഓക്കെ, പ്രൈസ് ലിസ്റ്റ് ഇതാണ് കേട്ടോ. ഐറ്റം എന്താ? ക്രിക്കറ്റ് ബാറ്റ്, ബോളൊക്കെ അല്ലേ? പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും എന്താണ്? പ്രൈസ് തന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ എന്താണ് ഇവിടെ? ഫൈൻഡ് ദ ടോട്ടൽ പ്രൈസ്. ടോട്ടൽ പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിൻ്റെയൊക്കെ? ക്രിക്കറ്റ് ബാറ്റിൻ്റെയും ബോളിൻ്റെയും ഷട്ടിൽ ബാറ്റിൻ്റെയും കോർക്കിൻ്റെയും ക്യാരം ബോർഡിൻ്റെയും മൂന്നിൻ്റെയും കൂടി പ്രൈസ് എത്രയാണെന്നുള്ളത് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ക്രിക്കറ്റ് ബാറ്റിൻ്റെയും ബോളിൻ്റെയും എത്ര ഇവിടെ? 1230 ആണല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കാം? അവിടെ എഴുതാം 1230. ഇവിടെ 1230. ഓക്കെ, ആ ക്രിക്കറ്റ് ബോളിൻ്റെയും എന്താണ്? ഇതിൻ്റെയും വിലയാണ് അല്ലേ? ഈ ഷട്ടിൽ ബാറ്റിൻ്റെയും കോർക്കിൻ്റെയും വില എത്രയാണ്? ഷട്ടിൽ ബാറ്റിൻ്റെയും കോർക്കിൻ്റെയും വില നോക്കിയേ. ഷട്ടിൽ ബാറ്റിൻ്റെയും കോർക്കിൻ്റെയും വില നോക്കിയേ 970 അല്ലേ? അപ്പോൾ 970 ആണ്. അപ്പോൾ നിങ്ങൾ എന്താക്കുക? അവിടെ 970 എന്ന് എഴുതുക. ഓക്കെ, 970 അല്ലേ? 970. ഓക്കെ, നെക്സ്റ്റ് ക്യാരം ബോർഡിൻ്റെ വില എത്രയാണെന്ന് നോക്കിയേ. ക്യാരം ബോർഡിൻ്റെ വില എന്താ? 1300 അല്ലേ? അപ്പോൾ ഇവിടെ എന്താക്കുക? ക്യാരം ബോർഡിൻ്റെ അവിടെ എന്താ? 1300 എന്ന് എഴുതുക. ഓക്കെ, 1300 എന്ന് എഴുതുക. ഓക്കെ, 1300. ഇനി ഇതിനെ 3 കൂടി കൂട്ടി വെക്കുക. അപ്പോൾ നിങ്ങൾ എന്താക്കുക? 3 കൂടി കൂട്ടിയിട്ട് എത്ര ഉത്തരം വരുന്നത്? നമുക്ക് എത്ര വരിക? ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ടോട്ടൽ ചെയ്ത് എന്ത് കിട്ടും? 3500 കിട്ടും അല്ലേ? ഇനി ബാലൻസ് എമൗണ്ട് എത്ര ബാക്കി ഉണ്ടെന്ന് വെച്ചിരിക്കുന്നത്? ക്രിക്കറ്റ് ബാറ്റ് ബോൾ ഷട്ടിൽ ബോൾ അതോടെ എഴുതില്ലേ? ഓക്കെ, ഇനി ബാലൻസ് ഓരോ കയ്യിൽ എത്ര ഉണ്ടായിരുന്നത്? ഓരോ കയ്യിലുണ്ടായിരുന്ന എത്ര ഇരുന്നു? 5500 അങ്ങനെ എന്തോ അല്ലായിരുന്നോ? 5500 ആണ് അവരെ കയ്യിലുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ആകെ ആയത് എത്രയാണ്? 3500 ആണല്ലേ? അപ്പോൾ ഇവിടെ ഇതിൻ്റെ എന്താണ്? 5500 മൈനസ് എന്താണ്? 3500 അല്ലേ? അപ്പോൾ 5000. അപ്പോൾ നമുക്ക് എന്താക്കാം? 5500 മൈനസ്, നിങ്ങൾ അവിടെ എഴുതണം കേട്ടോ. 5500 മൈനസ് 3500 എഴുതുക. അപ്പോൾ അവരുടെ കയ്യിൽ എത്ര ഉള്ളത്? കിട്ടുന്ന ഉത്തരം എന്താക്കുക? ഇവിടെ എഴുതുക അല്ലേ? അപ്പം 2000 എഴുതുക കേട്ടോ. എന്താണ്? 2000. അത് മൈനസ് ചെയ്താൽ 2000 കിട്ടും കേട്ടോ.
വാട്ട് ക്യാൻ ബി പർച്ചേസ്ഡ് മോർ? ഇനി എന്തൊക്കെ പർച്ചേസ് ചെയ്യുക? ഈ 2000 കൊണ്ട് എന്തൊക്കെ അവർക്ക് പർച്ചേസ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2000 കൊണ്ട്. അപ്പോൾ 3500 ആണ് ആയത്. അവരുടെ കയ്യിൽ ഉണ്ടായി 5500 ആയിരുന്നു. അപ്പോൾ 5500 3500 കുറച്ച് ഇനി 2000 ഇത് അല്ലേ. ഇനി എന്തൊക്കെ പർച്ചേസ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇനി 2000 അല്ലേ വേണ്ടേ? 2000 വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ഇപ്പോൾ ഇതാക്കുക? 2000 ആകുമ്പോൾ ഏതൊക്കെ കൊടുക്കാം നമുക്ക്? ഒരു ക്രിക്കറ്റ് ബാറ്റ്, ഷട്ടിൽ ബാറ്റ് വാങ്ങിയിട്ടുണ്ട്, ക്യാരം ബോർഡും ഇതും വാങ്ങിയിട്ടുണ്ട് അല്ലേ. ഹെൽമെറ്റിൻ്റെ വില എത്രയാണ്? 1450 അല്ലേ. കറക്റ്റ് കിട്ടൂല അല്ലേ. എന്താണ് അവർക്ക് വേണമെങ്കിൽ എന്താക്കുക? ഹെൽമെറ്റ് മാത്രം വാങ്ങാം, അല്ലെങ്കിൽ എന്താണ് ഈ ജേഴ്സിയും വാങ്ങാം, വോളിബോൾ നെറ്റും വാങ്ങാം. അത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര? 1910 ആവുള്ളൂ അല്ലേ. അല്ലെങ്കിൽ എന്താക്കുക? അവർക്ക് വോളിബോൾ നെറ്റും വാങ്ങാം, വോളിബോളും വാങ്ങാം അല്ലേ. അത് രണ്ടും കൂടി വാങ്ങാം അല്ലേ. അപ്പം എന്ത് കിട്ടും? 9ഉം ഇത് കറക്റ്റായിട്ട് കിട്ടും അല്ലേ. എന്താ വോളിബോൾ നെറ്റും 860ഉം വോളിബോൾ ആണെങ്കിൽ 1099 രണ്ടും കൂടി പ്ലസ് ചെയ്താൽ എത്ര? 1959 വരും അല്ലേ. അപ്പോൾ അത് വേണമെങ്കിൽ എന്താക്കാം? അവർക്ക് വാങ്ങാം. ഓക്കെ. അപ്പോൾ വോളിബോൾ നെറ്റ്, വോളിബോൾ അതവിടെ എഴുതുക കേട്ടോ. ഓക്കെ. എവിടെ? ഇവിടെ എഴുതുക, അതിൻ്റെ പ്രൈസും എഴുതുക കേട്ടോ. നെക്സ്റ്റ് ഓണം. ഭാഗ്യ വിത്ത് ഹെർ പാരൻസ് വെന്റ് ടു ബൈ ഡ്രസ് ഫോർ ഓണം. ഓണത്തിന് വേണ്ടി ഭാഗ്യ അവരുടെ പാരൻസ് എന്താണ് ഡ്രസ്സ് വാങ്ങാൻ പോയി അല്ലേ. ദേ ഹാഡ് 7000 rupees. അവരുടെ കയ്യിൽ 7000 rupees ആണുള്ളത്. ഓക്കെ, 7000 rupees ആണുള്ളത്. പ്രൈസ് ലിസ്റ്റ് നോക്കിയേ. പ്രൈസ് ലിസ്റ്റ് ഷർട്ടിന് 900 റുപ്യാണ്, പാൻസ് ഇത് ലാച്ച, ചുരിദാർ, സാരി, ടീഷർട്ടിനൊക്കെ ഇതാണ് അല്ലേ. സി ദ ഡ്രസ് ബോട്ട് ഭാഗ്യ ആൻഡ് ഹെർ ബ്രദർ. വാട്ട് ഈസ് എ ടോട്ടൽ പ്രൈസ്? എന്താണ് ഭാഗ്യയും ബ്രദറിനും വാങ്ങിയ ഡ്രസ്സാണിത് ഇത് അല്ലേ. അത് എത്ര രൂപയായി എന്നാണ് ചോദിച്ചത്. ടോട്ടൽ എത്രയാണ്? ഇതെല്ലാം കൂടി കൂട്ടി വെക്കുക. എല്ലാം കൂടി കൂട്ടി എത്ര വരിക? അപ്പോൾ ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നിങ്ങൾ പ്ലസ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? നിങ്ങൾ പ്ലസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3500 കിട്ടും കേട്ടോ. ഇനി എന്താണ് ഇവിടെ ചോദിച്ചത്? ഫൈൻഡ് ദ റിമൈനിങ് എമൗണ്ട്. ബാക്കി എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ എന്താ അവരുടെ കയ്യിലുള്ളത് എത്ര? 7000 അല്ലേ ഇരുന്നോ. അപ്പോൾ 7000 മൈനസ് 3500 ചെയ്യുക. ഓക്കെ. അപ്പോൾ 7000 മൈനസ് 3500 ചെയ്താൽ എന്താ കിട്ടുക? 3500 തന്നെ അല്ലേ. ഓക്കെ. അപ്പോൾ 3500 കിട്ടും അല്ലേ. ദേ വാണ്ട് ടു ബൈ ടീഷർട്ട് ഫോർ ഫാദർ ആൻഡ് സാരി ഫോർ മദർ വൈൽ ദ ബാലൻസ് മണി ഈസ് സഫിഷ്യൻറ്റ്. അപ്പോൾ ടീഷർട്ട് അച്ഛന് വേണ്ടിയിട്ടും അമ്മയ്ക്ക് ഒരു സാരിയും വാങ്ങണം. അങ്ങനെയാണ് ഈ ബാലൻസ് അയാൾ 3500 റുപ്യ മതിയാവുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക എന്താണ് അച്ഛന് ടീഷർട്ട് വാങ്ങണം, അമ്മയ്ക്ക് എന്താണ് സാരി വാങ്ങണം അല്ലേ. അപ്പോൾ ഇതിൽ നോക്കിയാൽ അച്ഛന് ടീഷർട്ടിന് 950 ആണ് അല്ലേ. അപ്പോൾ 950 അവിടെ ഇത് ടീഷർട്ട് 950 അല്ലേ. അപ്പോൾ 950 പ്ലസ് അമ്മേൻ്റെ സാരിക്ക് എന്താ വില? സാരിക്ക് 2100 ആണ് അല്ലേ. അപ്പോൾ 2100 അപ്പോൾ പറ്റൂല്ലേ. അപ്പോൾ രണ്ടും കൂടി പ്ലസ് ചെയ്താൽ എത്ര കിട്ടുക? 3050 ആണല്ലേ. അപ്പം അച്ഛന് എന്താ ടീഷർട്ടും വാങ്ങാം, അമ്മക്ക് സാരി വാങ്ങാം അല്ലേ. അപ്പം നിങ്ങൾക്ക് എന്താക്കുക? ഇവിടെ ആ ഐറ്റംസിൻ്റെ പേര് എഴുതുക. സാരി എറിഞ്ഞിട്ട് 2100 എഴുതുക, ടീഷർട്ട് ഇന്ന് 950 എഴുതുക. ടോട്ടൽ എന്താക്കുക? 3050 അല്ലേ. 3050 നിങ്ങൾ പ്രസ് ചെയ്തിട്ട് എഴുതുക കേട്ടോ. ദെൻ പുട്ട് ടിക്ക് മാർക്ക് ഓൺ ദ റൈറ്റ് ആൻസർ. സഫിഷ്യൻ്റ് ആണോ ഇൻസഫിഷ്യൻ്റ് ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. സഫിഷ്യൻ്റ് ആണല്ലേ. നമുക്ക് എന്താണ് അച്ഛൻ എന്താക്കുക? അമ്മക്കും സാരിയും വാങ്ങാം ഈ 3500 അല്ലേ. അപ്പോൾ നമുക്ക് ഈ സഫിഷ്യൻറ്റിന് അവിടെ എന്താക്കുക? ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. ടിക്ക് മാർക്ക് ഇടുക. ഓക്കെ. ദെൻ നെക്സ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണ് ക്വസ്റ്റ്യൻസ് എന്താക്കുക? നന്നായി വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, വായിച്ച് മനസ്സിലാക്കിയിട്ട് അപ്പോൾ നന്നായി പഠിക്കുക, ആൻസർ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.